ശരിക്കും ആ സിനിമയിൽ സംഭവിച്ചത് ഞാനൊരിക്കലും അയാൾ ആ സിനിമയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഹരീഷ് കണാനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ശമ്പളം ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാര്യം ആ സിനിമയ്ക്ക് അത് ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് പൈസകൾ വേണ്ടി വന്നൊരു പടമാണ് ARM സിനിമ. അന്ന് അതിൻ്റെ നിർമ്മാതാവ് ഡോക്ടർ സക്രിയ തോമസും അതിൻ്റെ ഡയറക്ടർ ജിതിനും ഞാനും കൂടി ഇരുന്നിട്ടാണ് ഓരോ ക്യാരക്ടറുകൾ ഓരോ ആർട്ടിസ്റ്റുകളെ തീരുമാനിക്കുന്നതും ഇവരപ്പം തന്നെ വിളിക്കുന്നത്. സ്പോട്ടിൽ തന്നെ എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിക്കുമായിരുന്നു. അതിനകത്ത് ജഗദീഷ് ഏട്ടൻ, ഇന്ദ്രൻ സേട്ടൻ, സുരഭി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നിലവിൽ വാങ്ങുന്ന ഒരു റെമുനറേഷനൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും നമുക്ക് ഈ സിനിമയ്ക്ക് തരാൻ പറ്റില്ല. ഈ സിനിമയ്ക്ക് ഇത്രയും വലിയൊരു പടമാണ്, ഇതിൻ്റെ ഒരു ഭാഗമാകണം എന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരോടും സംസാരിക്കുകയും അവരെല്ലാം ക്യാരക്ടർ കേൾക്കുകയും ക്യാരക്ടർ കേട്ട ഉടനെ അവരെല്ലാം സമ്മതിക്കുകയും ചെയ്തതാണ്. ഹരീഷ് കണാറിനോടും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഹരീഷ് 50 ദിവസത്തെ ഡേറ്റ് വേണം, 5 ലക്ഷം രൂപയെ നമുക്ക് ശമ്പളം തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഹരീഷ് കണാരൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ 7 അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ ആ പടത്തിന് അത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി എനിക്കൊരു 15 വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രൊഡ്യൂസർ പുള്ളി ആ പടത്തിൽ നിന്ന് മാറ്റിയത്. അല്ലാതെ ഞാൻ അദ്ദേഹത്തിന് ആ പടത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല.